നമുക്കറിയാം. അല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി വിളംബര ആഘോഷ സമ്മേളനങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. ഏറ്റവും അഭിമാനപൂർണമായ ഒരു നിമിഷമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നമ്മൾ ആദ്യമേ ഇവിടെ ഭാഗവത് ചെയ്തിരുന്നത് മറ്റുള്ളതായിരുന്നെങ്കിലും ഏറ്റവും നമുക്ക് അഭിമാനപൂർവ്വം നിറഞ്ഞ ഒരു നിമിഷമെന്ന് പറയാൻ കേന്ദ്ര സഹമന്ത്രി ശ്രീമതി ശോഭ കരാന്തിലാജെ നമ്മുടെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നമുക്ക് അനുഗ്രഹങ്ങൾ ചോദിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ അവരോട് പറയുവാനും നമ്മുടെ ഈ സമ്മേളനം വിജയപ്രദമാക്കി തീർക്കുവാനും ഏറ്റവും അനുഗ്രഹീതമായ ഈ നമ്മുടെ ശോഭ കരാന്തിലാജയെ ഈ സമ്മേളനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുവാൻ വേണ്ടി, അതുപോലെ തന്നെ വിളംബര ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സവിനയം ക്ഷണിച്ചുകൊണ്ട് പൊതിഞ്ഞൊരു കവർ അവർക്ക് കൊടുക്കണ്ടേ, എല്ലാവരും അവർക്കറിയാം. വളരെ ബഹുമാനപ്പെട്ട ശോഭാജി, കുമൺജി, ശ്രീ വിനോദ് സാറ് മുതലായവരെ, നമ്മളെ 100 വർഷം തികയുന്ന വർഷമാണിത്. 1925 സ്റ്റാർട്ട് ചെയ്ത ഈ കേരള വേലൻ മഹാസഭയുടെ 100ാമത് വർഷം ആഘോഷിക്കുക. നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സെമിനാറുകൾ, മറ്റ് തൊഴിൽ സംരംഭം, അതുപോലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മുഴുവൻ പരിപാടികളും, സെമിനാറുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് പരിപാടികളുണ്ട്, പരിശീലന പരിപാടികളുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു വർഷം നീണ്ടുന്ന പല ശാഖാ ബേസിലും താലൂക്ക് ബേസിലും ഒക്കെ തന്നെ നമ്മൾ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനുശേഷം 2026 നമ്മുടെ ഇത് ആദ്യമായ യോഗം ചേർന്ന മീനച്ചിൽ താലൂക്കിലുള്ള ഈരാറ്റുപേട്ടയിൽ വെച്ച് 2027 ഇതിന്റെ 100 വർഷം തികയുന്നതിന്റെ സമാപന സമ്മേളനം നടക്കും. അതും ഇതുപോലെ തന്നെ വൻപിച്ച സമ്മേളനമായിട്ട് തന്നെ നടത്തുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് മീനച്ചിൽക്കാർ ഇപ്പോഴേ തയ്യാറായി. അവർ 1 വർഷമായി ഞങ്ങൾക്ക് അവിടെ നടത്തണം. ഞങ്ങൾക്കൊരു ശ്രീരാമക്ഷേത്രമുണ്ട്. ഒരു ശ്രീരാമക്ഷേത്രം അവിടെ ഉണ്ട് സമുദായത്തിന്റെ പേരിൽ. ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ചായിരിക്കും നമ്മളുടെ ഇതിന്റെ സമാപന സമ്മേളനം നടക്കുക. ഈ സമ്മേളനം നടക്കുക. അതിനുവേണ്ടി മീനച്ചിൽക്കാർ നേരത്തെ തൊട്ട് തന്നെ ഇതിനുവേണ്ടി നമ്മളെ സമാപന സമ്മേളനത്തിലേക്കും എല്ലാവരെയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനുവേണ്ടി നമ്മളെ ഈ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിക്കുന്ന ശോഭാജിയെ, ശതാബ്ദി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്ന ശോഭാജിയെ സ്നേഹപുരസ്സരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. माननीय हरिहरन जी, राजेठन जी, हरिदास जी, वेलन समाज का स्टेट प्रेसिडेंट कौन है? हरिदास जी। एंड हमारा डिस्ट्रिक्ट प्रेसिडेंट, जनरल सेक्रेटरी परमेश्वरन जी। मुझे आज बहुत अच्छा लग रहा है क्योंकि आई एम वेरी हैप्पी टुडे टू जॉइन यू ऑल। एंड इतना बड़ा नंबर में आप इधर आए, महिला आए, स्पेशली आज वुमेन्स डे है, टुडे वुमेन्स डे, एंड ह्यूज नंबर ऑफ वुमेन आर जॉइन दिस प्रोग्राम. Happy now? Yes.
ഇവിടെ സന്നിഹിതനായിരിക്കുന്ന യോഗത്തിന്റെ ആദരണീയ അധ്യക്ഷൻ ഹരിദാസൻ, പ്രിയങ്കരനായ കുമ്മരൻ രാജേട്ടൻ, വേലൻ മഹാസഭയുടെ പരമേശ്വരൻ, കൂടാതെ ഇവിടെ ഇത്ര വലിയ സംഖ്യയിൽ ഇവിടെ ആളുകൾ എത്തിയിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഈ വനിതാ ദിനത്തിൽ ഇവിടെ ഇത്രയധികം സ്ത്രീകൾ ഇവിടെ ഒന്നായി ഇങ്ങനെ തടിച്ചുകൂടിയതിൽ എനിക്ക് അത്യന്തമാകോ സന്തോഷമുണ്ട്. My pranams to Govindan ji, who started this Mahasabha. बहुत बहुत प्रणाम करती हूँ मैंने आपका एक ध्वनि देने का, वॉइस देने का काम, आपको संगठन का करने का काम गोविंद जी ने किया। आप अलग अलग छोटे छोटे जगह में रहते हैं, गांव में अलग के जगह में रहते हैं. You are staying away from the village in small pockets. That's everywhere in the country, not only in Kerala, everywhere. डॉक्टर B.R. अम्बेडकर जी ने हम सबको ध्वनि दिया, केवल आपको नहीं, मैं महिला हूँ, मुझे भी ध्वनि दिया वो डॉक्टर B.R. अम्बेडकर जी ने. अम्बेडकर जी ने संविधान में हम सबको रिजर्वेशन दिया, इसीलिए हमको अभी ध्वनि है. ഈ സംഘടനയുടെ സ്ഥാപകനായിട്ടുള്ള ഗോവിന്ദജിയുടെ പാതാരവിന്ദങ്ങളിൽ എന്റെ പ്രണാമം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മഹത്തായ ബൃഹത്തായ സംഘടന നൽകിയിട്ടുള്ളത് അദ്ദേഹമാണ്. ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ നിന്ന് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളതാണ് എനിക്കറിയാം. ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ, കേവലം കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്രകാരം ചെറിയ ചെറിയ ഗ്രാമങ്ങളിലാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് പ്രദാനം ചെയ്തത് ഡോക്ടർ B.R. അംബേദ്കറാണ്. എനിക്കും നിങ്ങൾക്കും സംഭാവന ചെയ്തത് ഡോക്ടർ B.R. അംബേദ്കറാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഭരണഘടന प्रदान അദ്ദേഹമാണ്. B.R. अम्बेडकर जी ने विश्व का अत्यंत बुद्धिमान व्यक्ति था. He was the most knowledgeable person in the world. The world has recognized him. He has given the constitution. He fought for India. मगर B.R. अम्बेडकर को भी ये देश का लोग, ये देश का नेता अपमान किया. चुनाव में उसके खिलाफ लड़ाया, उसको हराया. जाति का नाम पे उसको अपमान किया, उसको पानी तक नहीं दिया, टच नहीं करते थे. बाद में मरने के बाद अभी हम सब लोगों का समाधि दिल्ली में देखते हैं. आप कोई दिल्ली गया तो उधर सबका समाधि है, सब प्रधानमंत्री जी का समाधि है, सब लोगों का समाधि है. मगर अम्बेडकर जी ने मरा दिल्ली में, उसको दफन करने के लिए जगह भी नहीं दिया सबका सरकार. इतना अन्याय अम्बेडकर को किया. ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും വിജ്ഞാനമുള്ള പണ്ഡിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അത് ഡോക്ടർ B.R. അംബേദ്കർ ആണ് എന്ന്. അദ്ദേഹത്തെ പോലെ ബുദ്ധിമാനായ ഒരു വ്യക്തി ഇന്നോളം ലോകത്ത് ജനിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നത് കൊണ്ട് ഭാരതത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മാത്രമാണ്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ തൊടുന്നതിനറപ്പായിരുന്നു, അദ്ദേഹത്തിന് ജലം നൽകുന്നതിനറപ്പായിരുന്നു, അദ്ദേഹത്തിനോട് ഇടപഴകുന്നതിനറപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അങ്ങ് ദില്ലിയിൽ എത്രയോ പ്രധാനമന്ത്രിമാരുടെ സ്മാരക കുടീരങ്ങളുണ്ട്. പക്ഷേ ഡോക്ടർ B.R. അംബേദ്കറുടെ ഒരു സ്മാരക കുടീരം നൽകുവാൻ ഒരു സർക്കാരിനും സ്ഥലം നൽകുവാൻ സമയമുണ്ടായില്ല, മനസ്സുണ്ടായില്ല. Some leaders wanted him to forget.
लेकिन अम्बेडकर को भूल जाना, याद नहीं रखना, क्योंकि केवल कई लोगों का याद रखना देश ऐसे एक षड्यंत्र बनाया। पहली बार अंबेडकर जी का नाम पे, अंबेडकर किधर उसका जन्म हुआ, वो संविधान रचा, किधर पढ़ाई किया, किधर उसका डेथ हुआ, किधर दफन किया, ये पांचों जगह में आज 5 तीर्थ क्षेत्र बोल के किसी ने उसको डेवलपमेंट किया तो वो हमारा प्रधानमंत्री नरेंद्र मोदी जी ने किया है, इसलिए हमको गर्व है। मैं केवल पार्टी का नाम नहीं बोलती हूँ, मगर एक बैकवर्ड प्रधानमंत्री जी ने देश में आया, वो अम्बेडकर को गौरव देने का, उसको इज्जत देने का काम पहली बार हमारे देश में मोदी जी ने किया। वो 5 जगह अभी तीर्थ क्षेत्र बन गया है, बहुत सारे बच्चे उधर जा रहे हैं। ചിലർ അദ്ദേഹത്തെ മനഃപൂർവ്വം മറന്നുപോയി. പക്ഷേ അദ്ദേഹം എവിടെയാണോ പഠിച്ചത്, അദ്ദേഹം എവിടെയാണോ ജനിച്ചത്, അദ്ദേഹം എവിടെയാണോ മരിച്ചത്, അവിടെയെല്ലാം ഈ 5 സ്ഥലങ്ങളിലും ഞങ്ങളുടെ സർക്കാർ, ഞാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറയുന്നില്ല, ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഈ 5 സ്ഥലങ്ങളെയും തീർത്ഥസ്ഥലങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നിതാ ഞങ്ങളവിടെ അദ്ദേഹത്തിന് വേണ്ടി സ്മാരകങ്ങൾ പണിയുകയാണ്. കുട്ടികൾ, ആബാലവൃദ്ധം, ജനങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ, വൃദ്ധന്മാർ, മഹിളകൾ എല്ലാവരും അങ്ങോട്ട് ഒഴുകി എത്തുകയാണ്. अम्बेडकर जी ने आपका जाति लोगों को, एससी को ध्वनि देने का काम किया संविधान के तहत। उन्होंने बोला हमारे बच्चे लोग पढ़ना है, दे हैव टू गेट गुड एजुकेशन, देन ओनली वी विल गेट वॉइस। उसको एम्प्लॉयमेंट देना है, आर्थिक स्थिति से फाइनेंशियली दे शुड बी स्ट्रॉन्ग, देन ओनली वी विल गेट वॉइस। एजुकेशन, एम्प्लॉयमेंट एंड हेल्थ के लिए ज्यादा फोकस अंबेडकर जी ने तब किया था। अभी हम कौन सा स्थिति में है उसको पूछने के लिए मैंने आई हूँ। നിങ്ങൾക്ക് ശബ്ദം നൽകിയത്, നിങ്ങൾക്ക് വാക്ക് നൽകിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചത് അദ്ദേഹമാണ്, നിങ്ങൾക്ക് ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചത് അദ്ദേഹമാണ്, നിങ്ങൾ സാമ്പത്തികമായി ആരോഗ്യമായി മുന്നോക്കം പോകണമെന്ന് ആഗ്രഹിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ആരാണ് അംഗീകരിച്ചത്? അദ്ദേഹത്തെ അംഗീകരിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ വന്നപ്പോൾ മാത്രമാണ്. मैं आपको पूछती हूँ, अभी भी पीने का पानी का कमियां है हमारा कॉलोनी में। ഇപ്പോഴും നമ്മൾ താമസിക്കുന്ന നമ്മളുടെ ഗ്രാമാന്തരങ്ങളിൽ ശുദ്ധജലത്തിന്റെ അഭാവമുണ്ട്, ശുദ്ധജലം ലഭിക്കുന്നില്ല. अभी भी आपको एजुकेशन सिस्टम का समस्या, आपका बच्चे बहुत दूर जाना, कई लोग बीच में स्कूल छोड़ते हैं। ഇപ്പോഴും നമ്മൾക്ക് നമ്മളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മളുടെ കുഞ്ഞുങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. अभी भी रिजर्वेशन में आपको अन्याय होती है। ഇപ്പോഴും സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മളോട് അന്യായമാണ് കാണിക്കുന്നത്. अभी भी सबको अच्छा घर नहीं है, पक्का घर नहीं है। ഇപ്പോഴും നമ്മൾക്ക് മാന്യമായി ജീവിക്കാൻ ഒരു ഗ്രഹം പോലുമില്ല, വീട് പോലുമില്ല. अभी भी हमारा महिला हेल्थ के लिए, हेल्थ व्यवस्था के लिए बहुत दूर जाना पड़ता है। ഇപ്പോഴും നമ്മളുടെ വനിതകൾ, നമ്മുടെ അമ്മമാർ ആരോഗ്യത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൂരങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ये क्यों? എന്തുകൊണ്ട്? Why this is happening? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? Governments are where comes here. They are not thinking about your development. They are thinking about their own families, not you. അവരുടെ കുടുംബങ്ങളെ കുറിച്ച്, അവരെ കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്, നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. इसलिए मैंने आपको विनती करती हूँ, हमको ध्वनि चाहिए। अभी अम्बेडकर ने संविधान में तो ध्वनि दिया, मगर हम सबको, हमारा बच्चे को
ध्वनि देने का काम हम सब मिलके, हमारा महासभा मिलके करना है। അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾക്ക് ശബ്ദമാകണം, നമ്മളുടെ ശബ്ദം അവിടെ ധ്വനിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് ഈ രാജ്യസഭകളിലും നിയമസഭകളിലും ഒക്കെ നമ്മളുടെ ശബ്ദം എത്തേണ്ടതായിട്ടുണ്ട്. आपका महासभा का विस्तार करना, आपका महासभा में टोटल कितने लोग जोड़े, पूरा केरल का एससी लोगों को एकत्रित करने का काम, सबको जोड़ने का काम, सबको एक साथ में लाने का काम, सबको ध्वनि देने का काम आपका महासभा करना चाहिए. നിങ്ങളുടെ സംഘടനയിലേക്ക് എത്ര പേര് എത്തിയിട്ടുണ്ട്? കൂടുതൽ ആളുകളെ എത്തുക. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുക. ഒറ്റക്കൈയായി, ഒറ്റമയ്യായി, ഒരു കൈയായി, ഒരു തോളായി ഒന്നിച്ചു നിൽക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. गोविंदन जी वही सोचा था. गोविंदन का सोच क्या था? केरल का एससी लोग साथ में जाना. हमारा अंदर भी छोटा छोटा जाति का समस्या है, एससी का अंदर भी है, मेरे राज्य में तो है. इसलिए वो सब छोड़ के हम वेलन कम्युनिटी साथ में जाना चाहिए, सबको जोड़ना चाहिए. हमको कुछ समस्या हुआ तो हमारा प्रोटेस्ट करना चाहिए. सरकार का खिलाफ भी लड़ने को हम पीछे नहीं हटना चाहिए. നമ്മളുടെ സ്ഥാപകനായിട്ടുള്ള ഗോവിന്ദൻജി സ്വപ്നം കണ്ടത്, അദ്ദേഹത്തിന്റെ സ്വപ്നം അതായിരുന്നു, നമ്മൾ ഒരുമിച്ച് നിൽക്കുക, ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത്. നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി, നമ്മുടെ യാതനകൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. मैं ज्यादा बोलना नहीं चाहती हूँ, क्योंकि फिर से मैं आऊंगी, आपको मिलूंगी, क्योंकि हम साथ लड़ना ही है. ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വരും, വീണ്ടും വരും, നിങ്ങളിലേക്ക് ഞാൻ വരും. നമ്മൾക്ക് ഒരുമിച്ച് പോരേണ്ടതുണ്ട്. सरकार ने क्या क्या स्कीम बनाया बच्चे को पढ़ाई के लिए. नरेंद्र मोदी जी ने हॉस्टल बना रहे, बच्चे को पढ़ाई के लिए हर महीने पैसा दे रहे. आपके लिए दिल्ली से घर भेजा है, आपके लिए, आपका कॉलोनी के पानी देने के लिए जल जीवन मिशन बनाया है. किसको बिजली नहीं है उसको बिजली देने के लिए पंडित दीनदयाल उपाध्याय विद्युतीकरण योजना बनाई है. मुझे पता नहीं है केरल सरकार कितना लोगों को दिया, कितना लोगों को घर मिला, कितना लोगों को स्कॉलरशिप मिला, कितना बच्चे को हॉस्टल मिला, मुझे तो पता नहीं. ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കായി നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഇവിടുത്തെ നിരവധി വീടുകൾ നൽകിയിട്ടുണ്ട്, നിരവധി ആനുകൂല്യങ്ങൾ, നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സർക്കാർ എത്രത്തോളം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് എന്നറിയാം. हमारा महिला खड़े हैं, हॉस्पिटल गया तो पूरा देश में 5 लाख रुपया हर साल हॉस्पिटल में एडमिट होने के लिए मिलता है आयुष्मान भारत में. मगर मैं एक व्यक्ति को भी केरल में किसी को मिला है ऐसा नहीं देखी. ആയുഷ്മാൻ ഭാരത് എന്ന പേരിൽ ഒരു വ്യക്തിക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി ചെല്ലുകയാണെങ്കിൽ 5 ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ലഭിച്ചിട്ടുള്ളതായി എനിക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. मैं आपको विनती करती हूँ, हम साथ मिलकर लड़ेंगे, साथ जाएंगे. मैं आपका वेलन महासभा को धन्यवाद देती हूँ. इतना लोगों को आप जुड़े हैं. हम एक ध्वनि से बात किया तो, प्रोटेस्ट किया तो जरूर ये सरकार एक दिन हमको देंगे. एंड आपके साथ हम हैं. आज राजेश ने मुझे इधर बुलाया, बहुत अच्छा किया उन्होंने, क्योंकि आपको मैंने मिला, आपका कष्ट को मैंने सुना. इसीलिए आपके साथ मैं भी हूँ, मैं मंत्री हूँ ऐसा छोड़िए, मैं एक महिला के नाते, एक नेता के नाते आपके साथ जुड़ के आपके लिए मैं भी लड़ूंगी, ये मैं वादा देती हूँ. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ഒരുമിച്ച് നിന്ന്, നിങ്ങളോട് കൈകോർത്ത് നിന്ന് പോരാടാൻ തയ്യാറാണ്. എന്നെ ഇങ്ങോട്ട് വിളിച്ചത് രാജേട്ടനാണ്.
ഞാൻ ഇന്ന് കൂടുതൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇനിയും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു മന്ത്രി എന്ന രീതിയിൽ മാത്രമല്ല, ഒരു വനിത എന്ന രീതിയിലും, ഞാൻ ഈ സംഘടനയുടെ ആളെന്ന രീതിയിലും, എന്നെ ഇവിടെ വിളിച്ച ഇത്രയധികം ആളുകളെ ഇവിടെ വിളിച്ചുകൂട്ടിയ നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്. एक बार जोर से बोलेंगे क्योंकि इधर पुलिस खड़े हैं। എല്ലാവരും ഉച്ചത്തിൽ പറയണം. सरकार को रिपोर्ट देते हैं कितना लोग आए, कितना लोग प्रोसेशन किया, कितना लोग सभा में थे, ये बोलेंगे वो लोग, क्योंकि ये चुनाव का समय है। सरकार भी सुनता है, अभी सुनता है 1 महीने, इसीलिए जोर से एक बार बोलिए, बोलो भीमराव अम्बेडकर की, वॉइस नहीं है, अम्बेडकर जी की, अम्बेडकर जी की, गोविंदन जी की, गोविंदन जी की। ये क्या है? निकालना। ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷൻ എക്സ്റ്റെൻഡിങ് മനസ്സിലാകുന്ന പാട്ടേ പറഞ്ഞു.